ഞങ്ങൾ മീൻപിടുത്തക്കാരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് കടൽ ഇടയ്ക്കിടെ എഴുന്നേറ്റ് നിൽക്കുന്നു. കടൽ എപ്പോൾ വേണമെങ്കിലും കര കവർന്നു കൊണ്ടുപോകുമെന്ന് പേടിയാൽ ഞങ്ങൾ വിറങ്ങിലിച്ച് നിൽക്കുന്നു. കടൽ കുറയുന്നതും നോക്കി ബോട്ടുകൾ ഇറക്കാൻ കണ്ണും കാതും കൂർപ്പിച്ച് കടലിലേക്ക് നോക്കുന്നു. ഞങ്ങൾക്ക് മുന്നിൽ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ദിവസങ്ങൾ വലിയ പ്രതീക്ഷകൾ നിറഞ്ഞതാണ്. ബോട്ടുകാർക്ക് ട്രോളിംഗ് നിരോധന കാലത്തെ അതിജീവിക്കാനുള്ള ഒരേ ഒരു വഴി അതുമാത്രമാണ്. വള്ളക്കാർക്ക് കാര്യമായി മീൻ കിട്ടുന്ന സമയവും ഇതാണ്. കടൽ ഇനി എപ്പോൾ കുറയുമെന്ന് പറയാൻ കഴിയില്ല. ഈ കുറിപ്പ് എഴുതുമ്പോഴും വീടിന് പുറകിൽ കടൽ ആർത്തലയ്ക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദം കാതുകളിൽ വന്ന് മുഴങ്ങുന്നുണ്ട്. കേൾക്കുമ്പോഴേ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഭയം വന്ന് നിറയുന്നുമുണ്ട്. മുൻകാലങ്ങളിലെ ദുരന്തപൂർണമായ അനുഭവങ്ങളിലേക്ക് മനസ്സ് പാളിപ്പോകുന്നുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞങ്ങൾക്ക് മുകളിൽ മറ്റൊരു പരീക്ഷണം വന്നു ചേരുന്നത്. കപ്പൽ മുങ്ങിയതായിരുന്നു അത്. അതോടെ തീരത്തിറങ്ങാൻ പാടില്ലെന്നായി. ബോംബുകളാണ് പൊട്ടിത്തെറിക്കുമെന്നായി. മാരകമായ രാസവസ്തുക്കളെന്നായി. മീൻ തിന്നാൻ പാടില്ലെന്നായി. തിന്നാൽ ക്യാൻസർ വരെ പിടിക്കുമെന്നായി. ഇത്തരം വാർത്തകൾ പടച്ചുവിട്ട മാധ്യമങ്ങളുടെ ധാർമ്മിക ബോധത്തെക്കുറിച്ച് ഓർത്ത് സഹതാപമാണ് വന്നത്. അവർ അവരുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ഇത്തരം വാർത്തകൾ പടച്ചുവിടുമ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുകയാണ് എന്ന് ഓർത്ത് കാണില്ല. ഓരോ വാർത്ത വരുമ്പോഴും ഞങ്ങളുടെ നെഞ്ചിൻ കൂട് തകർത്തു പോകുകയാണ് എന്ന് അവർ ഓർത്ത് കാണില്ല. നാളെ കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കൾ കുടയില്ലാതെ ബുക്കില്ലാതെ സ്കൂളിലേക്ക് സങ്കടത്തോടെ നടന്നു പോകുന്നതിനെക്കുറിച്ച് അവർ ഓർത്ത് കാണില്ല. ട്രോളിംഗ് നിരോധനത്തോടെ അന്നം മുട്ടുന്ന ബോട്ട് തൊഴിലാളികളെക്കുറിച്ച് അവർ ഓർത്ത് കാണില്ല. എന്താ ഞങ്ങൾ നിങ്ങളോട് ചെയ്ത തെറ്റ് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നിങ്ങളോടുള്ള എല്ലാതരം ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഇത്തരം വാർത്തകൾ പുറത്തുവിടുമ്പോൾ കൃത്യമായി അന്വേഷിക്കുക. തെറ്റാണെങ്കിൽ പുറത്തുവിട്ട വാർത്തകൾ തിരുത്തുക. അതാണ് അതിൻ്റെ സാമാന്യ മര്യാദ. അല്ലാത്ത പക്ഷം കാലം പോലും നിങ്ങളോട് പുറത്തുനിന്ന് വരില്ല. നന്ദി.